നമസ്കാരം. പ്രധാന വാർത്തകൾ. അമരക്കുനിയെ വിറപ്പിച്ച പെൺകടുവയെ തിരുവനന്തപുരം മൃഗശാലയിലെത്തിച്ചു. 5 ആടുകളെ ഭക്ഷിച്ച് ഭീതി പരത്തിയ പെൺകടുവയെ തിരുവനന്തപുരം മൃഗശാലയിലെത്തിച്ചു. കടുവയെ വിദഗ്ധ ചികിത്സയ്ക്കായി വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് മാറ്റും. ഒരാഴ്ച മുമ്പാണ് 8 വയസ്സുകാരി കടുവ കൂട്ടിലായത്. അമരക്കുനിയിൽ നിന്ന് പിടിച്ചതിനു ശേഷം കടുവയെ കുപ്പാടിയിലുള്ള പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നു. വനംവകുപ്പിന്റെ കൂട്ടിലകപ്പെടുമ്പോൾ കടുവയുടെ കൈക്ക് പരിക്കുണ്ടായിരുന്നു. കടുവയുടെ ചികിത്സയ്ക്ക് കൂടുതൽ അനുയോജ്യമായതിനാലാണ് തിരുവനന്തപുരത്തേക്ക് മാറ്റുന്നതെന്ന് വനംവകുപ്പ് അറിയിച്ചിരുന്നു. സ്കൂട്ടറിനെ ഇടിച്ചിട്ടത് പിന്നിൽ നിന്നെത്തിയ ബൈക്ക്. നിർത്താതെ രക്ഷപ്പെട്ട യുവാക്കളെ കണ്ടെത്തി പിടികൂടി. തൃശൂർ സ്വദേശികളായ പടിഞ്ഞാറേതിൽ കൃഷ്ണപ്രസാദ്, അരുൺ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. ഇക്കഴിഞ്ഞ ഡിസംബർ 26-ന് വൈകുന്നേരം 6:40-നായിരുന്നു അപകടം നടന്നത്. പൂക്കോട്ടുംപാടം മാമ്പറ്റ ചേരുംകുഴിയിൽ ഗോപാലനാണ് സ്കൂട്ടർ അപകടത്തിൽ പരിക്ക് പറ്റിയത്. ചന്തക്കുന്നിൽ നിന്ന് വരികയായിരുന്ന ഗോപാലന്റെ സ്കൂട്ടറിൽ അതേ ദിശയിൽ പിന്നിൽ നിന്ന് വന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു. ഗോപാലനും സ്കൂട്ടറും റോഡിൽ വീണു. എന്നാൽ ഇടിച്ച ബൈക്ക് നിർത്താതെ പോയി. തൊട്ടു പിന്നാലെ വന്ന ഒരു സ്കൂട്ടറിലെയും ബൈക്കിലെയും യാത്രക്കാരാണ് വാഹനങ്ങൾ നിർത്തി ഇറങ്ങി ഗോപാലനെ പിടിച്ചെഴുന്നേൽപ്പിച്ചത്. റോഡിന്റെ മറുവശത്തുണ്ടായിരുന്നവരും അപ്പോഴേക്കും ഓടിയെത്തി. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ അന്ന് തന്നെ പുറത്തു വന്നിരുന്നു. കൃഷ്ണപ്രസാദ് ആയിരുന്നു ഈ സമയം ബൈക്ക് ഓടിച്ചിരുന്നത്. സുഹൃത്തായ അരുൺ പിന്നിലിരിക്കുകയായിരുന്നു. അപകടം നടന്ന ഉടനെ രണ്ടുപേരും ബൈക്കുമായി സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടു. CCTV ദൃശ്യങ്ങളും പരിസരത്തെ മൊബൈൽ ഫോൺ ടവറുകളിലെ വിവരങ്ങളും പരിശോധിച്ച് ദിവസങ്ങളായി നടത്തിയ അന്വേഷണത്തിലാണ് രണ്ടുപേരെയും പിടികൂടിയത്. റെയിൽവേ ട്രാക്കിൽ യുവാവ് മരിച്ച നിലയിൽ. ട്രെയിനിൽ നിന്ന് വീണതെന്ന് സംശയം. കോഴിക്കോട് വടകര കരിമ്പനപ്പാലത്തിൽ ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. കടവത്തൂർ സ്വദേശി അമേഘാണ് മരിച്ചത്. 23 വയസ്സായിരുന്നു. ട്രെയിനിൽ നിന്ന് വീണ് മരിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. യുവാവിന്റെ പോക്കറ്റിൽ നിന്ന് ട്രെയിൻ ടിക്കറ്റ് കണ്ടെടുത്തു. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും. റെയിൽവേ പോലീസ് ഉൾപ്പെടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ബോഗി മാറിക്കയറി. ശബരി എക്സ്പ്രസിൽ 70-കാരന് TTയുടെ മർദ്ദനം. ട്രെയിനിൽ വലിച്ചിഴക്കുകയും മുഖത്തടിക്കുകയും ചെയ്തു. ബോഗി മാറിക്കയറി എന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. സ്ലീപ്പർ ടിക്കറ്റ് ആയിരുന്നു 70-കാരൻ എടുത്തിരുന്നത്. എന്നാൽ സ്ലീപ്പർ ക്ലാസ് 2 ബോഗികൾ മാത്രമേ അനുവദിക്കൂ എന്നായിരുന്നു TTയുടെ വാദം. മാവേലിക്കൽ നിന്ന് കയറിയ വയോധികനെ ചങ്ങനാശ്ശേരിയിൽ വെച്ചാണ് മർദ്ദിച്ചത്. യാത്രക്കാർ ഇടപെട്ടതോടെ TT പിന്തിരിഞ്ഞു. വിനോദ് എന്ന TTR ആണ് മർദ്ദിച്ചത്. രൂപയ്ക്ക് റെക്കോർഡ് ഇടിവ്. ഡോളറിന് 87.02 രൂപ. ചരിത്രത്തിലാദ്യമായി രൂപയുടെ മൂല്യം 87.02 പ്രധാന വ്യാപാര പങ്കാളികൾക്ക് ഡൊണാൾഡ് ട്രംപ് പുതിയ ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ അന്താരാഷ്ട്ര തലത്തിലുണ്ടായ വ്യാപാര സമ്മർദ്ദത്തിന്റെ പശ്ചാത്തലത്തിലാണ് രൂപയുടെ മൂല്യവും ഡോളറിനെതിരെ ഇടിഞ്ഞത്. മുൻ വ്യാപാരത്തെക്കാൾ 0.5% ഇടിവാണ് രൂപയ്ക്ക് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 67 പൈസയാണ് ഇടിഞ്ഞിരിക്കുന്നത്. കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും 25%, ചൈനയ്ക്ക് 10% എന്ന ഇറക്കുമതി തീരുവയുമായി ബന്ധപ്പെട്ട ട്രംപിന്റെ പുതിയ തീരുമാനം നാളെ മുതലാണ് പ്രാബല്യത്തിൽ വരിക. തീരുവയുടെ പേരിലുള്ള ഈ വ്യാപാര യുദ്ധം ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്ന് മുമ്പ് തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു.